ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കുറച്ച് ദിവസമായില്ല കണ്ടിട്ട്. ഞാനെന്നാൽ ലൈവ് ഇട്ടിട്ട് ഒരു പോക്കങ്ങ് പോയതാണ്. ഞങ്ങളിപ്പം വേളാങ്കണ്ണിയിലാണ് കേട്ടോ. ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമാണ്. ആഗ്രഹം എന്നല്ല, നേർച്ച ഉണ്ടായിരുന്നു പള്ളിയിൽ വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് വരണം, കല്യാണം കഴിഞ്ഞിട്ട് വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് വരണം. കുറേ എനിക്ക്, ഡോൺചാട്ടിന്, മമ്മിക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിള്ളേരുടെ മാമോദീസയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അതിനൊരു ഡിലേ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ സഡൻ പ്ലാനാണ് കേട്ടോ. എനിക്ക് തോന്നുന്നൊരു ബുധനാഴ്ച ഇങ്ങോട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു പോവാം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ പിള്ളേർക്കെല്ലാം ചുമയും പനിയും ഒക്കെ വിട്ട് വരുന്നു. ഞങ്ങൾക്കടക്കം വിട്ട് വരുന്നതുകൊണ്ടൊരു സംശയമായിരുന്നു പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ലാസ്റ്റ് മിനിറ്റ് വരെ അതാണ് എവിടെ പോകുന്നതെന്ന് പറയാതിരുന്നത്. കാരണം അത് സക്സസ്ഫുൾ ആവുമെന്നുള്ളത് നമുക്ക് ഡൗട്ടായ കാര്യമായിരുന്നു. എനിവേ അത് സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്നലെ രാത്രി നമ്മൾ വേളാങ്കണ്ണിയിലെത്തി. എല്ലാവർക്കും ചുമയാണ്. അതെന്ന് വെച്ചിട്ട് എന്താ പറയുക, വരിക പോവുക അങ്ങനത്തെ ഒരു ചുമയാണ്. ഒരു കള്ളച്ചുമയെന്ന് പറയത്തില്ലേ, നമ്മൾ പോവാതിരിക്കാൻ വേണ്ടി കുട്ടിച്ചത്തം പിടിച്ച് വെച്ചേക്കുക എന്ന് പറയും. ഞാൻ ഇവിടുത്തെ വീഡിയോസൊന്നും അങ്ങനെയൊന്നും എടുത്തിട്ടില്ല, എല്ലാം മമ്മിയും ടിമ്പിളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഞാനും കൂടെ എടുത്തിട്ട് നിങ്ങൾ റിപ്പീറ്റഡായിട്ട് 3 വേളാങ്കണ്ണി കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും എടുത്തില്ല. പിന്നെ പിള്ളേരൊക്കെ ആയതുകൊണ്ട് നല്ല രസമാണ്. അപ്പോൾ അതിന് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ മമ്മിയും ടിമ്പിളും ഡീറ്റെയിൽഡായിട്ട് എല്ലാം എടുത്തിട്ടുണ്ട്. സോ നിങ്ങളതൊക്കെ കാണണം. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ഒരു മുട്ടാപ്പൊക്കെ പറഞ്ഞതല്ല, എല്ലാവർക്കും വേണ്ടി. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുള്ളതല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ മാറിക്കിട്ടട്ടെ. ഞങ്ങളും പറഞ്ഞ പോലെ ജൂലൈയിൽ പിടിച്ചൊരു ചുമയും പനിയാണ്. അത് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ കുറച്ച് നമ്മൾ ഈ പറഞ്ഞിട്ടല്ലല്ലോ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് പറയായിരിക്കും കാണുമ്പോൾ, അയ്യോ ഞങ്ങൾക്ക് അത് വേണമായിരുന്നു, ഞങ്ങൾക്ക് ഇത് വേണമായിരുന്നു എന്നുള്ളത്. എനിവേ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നേർച്ച എടുക്കുക, ഈ പറഞ്ഞ പോലെ കുറച്ച് പേരൊക്കെ പറയാറുണ്ട് നേർച്ച എടുക്കാനൊക്കെ. അതായിരിക്കും പറ്റാത്തത്. അതിൻ്റെ സോറി പറയാണ് കേട്ടോ. എനിവേ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മനസ്സിൽ വിചാരിക്കുമെങ്കിലും എൻ്റെ കൈ ആരണ്ട് പിടിച്ച് വലിക്കണ പോലെയാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, മാതാവേ എനിക്ക് പറ്റണില്ല, എനിക്ക് ആ ഒരു പ്രശ്നം അങ്ങോട്ട് മാറ്റിത്തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാതാവ് മാറ്റിത്തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഞാനിപ്പോൾ ഈ വീഡിയോ പോലും എടുക്കുന്നത്. പിന്നെ പിള്ളേരുണ്ടായിരുന്നുകൊണ്ടാണ് കൂടുതലും എനിക്ക് ഇന്നലെ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത് കേട്ടോ. ഇപ്പോൾ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവരും ജസ്റ്റ് ഡാഡിനെ വിളിച്ച് ഞങ്ങൾ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇനി രാവിലെ 9 മണിയുടെ മലയാളം കുർബാനയ്ക്ക് പോകാനാണ്. പിള്ളേരെ ആ സമയമാകുമ്പോൾ വിളിച്ച് എഴുന്നേൽപ്പിക്കാമെന്ന് വിചാരിച്ചില്ലെങ്കിൽ കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട് നല്ല മേളമാവും. പിള്ളേരൊക്കെ വേറെ വൈബിലാണ്. പള്ളിയിലൊക്കെ വന്നിട്ട് എന്താ പറയുക, നല്ല അടിപൊളിയാണ്. നമ്മൾ വന്ന ടൈമിംഗ് ഒക്കെ വളരെ നല്ലതായിരുന്നു. കാലാവസ്ഥ സംഭവം നല്ല ചൂടാണെങ്കിലും നമ്മൾ ഇന്നലെ രാവിലെ 5:30 ഇറങ്ങാമെന്ന് പറയണം. പക്ഷെ 5:50 നമ്മൾ ഇറങ്ങി. എന്നിട്ട് നമ്മളോട് പോയി. എന്നിട്ട് നമ്മൾ പൊള്ളാച്ചി വഴിയാണ് കേട്ടോ വന്നത്. പളനി പോയി. അമ്പലത്തിൽ കയറാൻ പറ്റിയിട്ടില്ല, ജസ്റ്റ് അവിടെ ഒന്ന് ചുറ്റിയിട്ട് വന്നു. പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്. എനിക്കൊന്നൊരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മളിവിടെ എത്തി. അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിൽ ഇന്ന് തൊട്ട് പിള്ളേർക്ക് ക്വാർട്ടർലി വെക്കേഷനാണ്. സോ അതിൻ്റെ തിരക്കുണ്ടായിട്ട് റൂമുകളൊക്കെ എല്ലായിടത്തും അങ്ങനെ അവൈലബിൾ അല്ലായിരുന്നു. നമ്മൾ പിന്നെ ഹോട്ടൽ പാരഡൈസിലാണ് കേട്ടോ താമസിക്കുന്നത്. 2 റൂം എടുത്തു. അപ്പോൾ ഡാഡിയും മമ്മിയും ടിമ്പിളും പാച്ചു ഒരു റൂമിൽ, ഞാനും ഡോൺചേട്ടൻ പിള്ളേരും ഒരു റൂമിൽ അങ്ങനെ കിടക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല ലോഡ്ജാണ്. നല്ല സ്പേഷ്യസ് ആയിട്ട് വൃത്തിയൊക്കെയുള്ള റൂമാണ് കേട്ടോ. നമുക്ക് ഒരു രാത്രിയുടെ കാര്യമുള്ളൂ. അപ്പോൾ വലിയ ആഡംബരത്തിലോ അല്ലെങ്കിൽ ഭയങ്കര സ്പേഷ്യസ് ആവണമെന്നൊന്നുമില്ല. നമ്മൾ പള്ളിയിൽ പോയിട്ട് ഇന്നലെ രാത്രി വന്നു, പിള്ളേരെയൊക്കെ കുളിപ്പിച്ചു കിടത്തി ഉറക്കി. അത്രയ്ക്കുള്ളൊരു സമയം നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി കുറേ വലിയ ആഡംബരത്തിലൊന്നും നമ്മൾ എടുത്തില്ല. മിനിമലായിട്ടുള്ളൊരു റൂം. അത്
മിനിമലായിട്ടുള്ളൊരു റൂം എടുത്ത് ആണ് താമസിക്കുന്നത്. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. എൻ്റെ കണ്ണൊക്കെ ആ ഉറക്കക്ഷീണത്തിൻ്റെ ആണ്. ഇന്നലെ നമ്മൾ ഫുൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും നടന്ന് കണ്ടു. ഞാനിതിൽ കാറിൽ കുറച്ച് നേരം സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി. ആദ്യം ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് 2 പിള്ളേരും എൻ്റെ ഒരു 2 കയ്യിൽ ചാക്കോച്ചൻ, ഒരു കാലയിൽ ചാക്കോച്ചൻ, അതായത് അവർ ബോഡി, ഒരു കാലയിൽ തൂവും അങ്ങനെയായിരുന്നു. പക്ഷെ അവർ ഭയങ്കര പീസ്ഫുള്ളി തമിഴ്നാട്, എനിക്കൊന്ന് പൊള്ളാച്ചി എത്ര വരാം സുഖമായിട്ട് ഉറങ്ങിയവർ കേട്ടോ. പിന്നെ എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നപ്പോൾ ഞാനൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്തു. അങ്ങനെ മമ്മിയുടെ അടുത്ത് കുറച്ച് നേരം തോമുമല്ല ചാക്കോച്ചൻ കിടന്ന് ഉറങ്ങി. പിന്നെ തോമുന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വരാൻ വാശിയായി. അപ്പോൾ തോമു ഞാനും ബാക്കിലിരുന്നു. പിന്നെ എനിക്ക് ആ കുറച്ച് ഒരു അരമണിക്കൂറെങ്കിലും ഉറങ്ങുമ്പോൾ ഞാൻ ഓക്കെ ആവും. അപ്പോൾ ആ ഒരു ഉറക്കം കിട്ടിയതുകൊണ്ട് ഭയങ്കര ഒരു സ്വസ്ഥത. എല്ലാവരും ഉറങ്ങി തേച്ചാണ് വേളാങ്കണ്ണി വരെ എത്തിയത് കേട്ടോ. നമ്മൾ I-20 നമ്മൾ പോകുന്നത്, ക്രിസ്റ്റയിലാണ് പോകുന്നത്. അപ്പോൾ സ്പേഷ്യസ് ആയതുകൊണ്ട് ആകെ കൺജസ്റ്റഡ് ഫീലിംഗ് ഇല്ലായിരുന്നു. സോ നമ്മൾ സുഖമായിട്ട് വന്നു. ഞാൻ അങ്ങോട്ട് നോക്കുന്നത് ഇവിടെ വലിയൊരു വിൻഡോയാണ് കേട്ടോ. ആ വിൻഡോയുടെ വെളിച്ചത്തിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം പിള്ളേരെ ഉറങ്ങുന്നതുകൊണ്ട് നേരെ ലൈറ്റ് അവരുടെ ഫേസിലോട്ട് അടിക്കാൻ. എനിക്കിനി ഫ്ലാസ്കിൽ വെള്ളം തിളപ്പിക്കണം, കുപ്പികൾ കഴുകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. ഡൗൺ ചേട്ടൻ കാപ്പി വാങ്ങിക്കാൻ പോയിക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്ക് രാവിലെ കാപ്പി കിട്ടിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ എനർജി ടോണിക്ക് വാങ്ങിക്കാനായിട്ട് ഡൗൺ ചേട്ടൻ പോയിക്കാണ്. ഈ വീഡിയോ എപ്പോൾ അപ്ലോഡ് ആവുന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം വൈഫൈ ഒന്നുമില്ല, റേഞ്ച് ഇല്ല, കുറേ പ്രശ്നങ്ങളുണ്ട്. നല്ല ചുമയായി. എനിക്കൊന്ന് 2 ദിവസമായിട്ടുള്ളൂ സിവിയർ ചുമയിലേക്ക് പോയിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും വേളാങ്കണ്ണിക്ക് പോയേ പറ്റുള്ളൂ. എനിക്കങ്ങനെ ഫീലിങ്സ് വന്നു തുടങ്ങി. നമ്മൾ ഇത്രയും നല്ല കാര്യങ്ങൾ നടന്നു, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ കാത്തിരുന്ന സംഭവം മാതാവിനോട് പ്രാർത്ഥിച്ച് കാര്യം കഴിഞ്ഞപ്പോൾ ഓരോന്ന് പറഞ്ഞു, നൂലാമാല പറഞ്ഞു, ഒഴിഞ്ഞ പറഞ്ഞു പിള്ളേർക്ക് അസുഖമാണെങ്കിലും കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ കണ്ടൊക്കെ പോയിട്ട് വരുമ്പം എന്തെങ്കിലുമൊക്കെ വരും. അതാണല്ലോ പിള്ളേരുടെ പൊതുവെ ഉള്ളൊരു നേച്ചർ, അതാണല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും പോവാം. ഡോൺ ചേട്ടൻ ഇങ്ങോട്ട് ചോദിച്ചു നമുക്ക് എന്നാൽ ഈ വീക്കെൻഡ് പോയാലോ എന്ന്. പിന്നെ മമ്മിയും പറഞ്ഞു നമുക്കൊരു ട്രയൽ അടിക്കാൻ പിള്ളേരെ കൊണ്ട് പോയിട്ട് അവരുടെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കാം, അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. ഞാൻ താഴോട്ട് നോക്കുന്നതേ എനിക്കെന്തോ ആൾക്കാർ പോകുമ്പോൾ എന്നെ നോക്കുകയാണോ എന്നൊരു തോട്ടം. അപ്പോൾ എന്താ പറയുക, മാതാവിൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടി. ഇനി കുർബാനയും കൂടെ കൂടിയാലത് ഫുൾഫിൽ ആവുള്ളൂ. ഞാൻ കുറേ നാളായി, എനിക്കത് കല്യാണത്തിന് മുമ്പ് വന്നതാണ്, പിന്നെ വന്നിട്ടൊന്നുമില്ല. കൊറോണ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും പിന്നെ പിള്ളേരും നോൺ ചേട്ടനുമായിട്ട് വന്നതിലൊരു എക്സൈറ്റ്മെൻറ്റും മാധവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ. അതായത് കല്യാണം കഴിഞ്ഞ് ഭർത്താവുമായിട്ട്, അതായത് നോൺ ചേട്ടൻ്റെ കൂടെ വരാം, അല്ലെങ്കിൽ അടുത്തത് പിന്നെ പ്രാർത്ഥിച്ചത് തോമുനെ കൂട്ടി വരാം എന്നൊക്കെയാണ്. എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ചാക്കോച്ചിനെ കൂടെ കൂട്ടി കല്യാണം കഴിഞ്ഞ് മാമോദീസൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം. അല്ല നമ്മുടെ പ്ലാനായിരിക്കില്ല ദൈവത്തിൻ്റെ പ്ലാൻ. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ ഇതായിരുന്നു, വളരെ സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ അപ്പം നമുക്ക് നാളെ കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ വീരവാദമൊന്നും പറയുന്നില്ല. അങ്ങനെയൊക്കെ സംഭവങ്ങൾ. സൺസ്ക്രീൻ പൊത്തി നടക്കുകയാണ്. ഞാനേ കുറച്ച് നാളായിട്ട് ലാക്മേയുടെ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തോളൂ. എനിക്കത് ഭയങ്കര ഒരു ചേഞ്ച് തരുന്ന പോലെ എനിക്ക് തോന്നി. നിങ്ങൾ നോക്കിയിട്ട് പറയട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നാളെ പറ്റിയാൽ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.